മുഖ്യമന്ത്രി സ്ഥാനം വേണമെന്ന നിലപാടിൽ മൂന്ന് നേതാക്കളും ഉറച്ചു നിന്നതോടെയാണ് അന്തിമ തീരുമാനം ഖർഗെയ്ക്കും രാഹുൽ ഗാന്ധിക്കും വിട്ടത്. ചർച്ചകൾ പൂർത്തിയായതോടെ വി.ഡി. സതീശനും സണ്ണി ജോസഫും ഉടൻ നാട്ടിലേക്ക് മടങ്ങും. രമേശ് ചെന്നിത്തല ദില്ലിയിൽ തുടരും. നാളെ പ്രഖ്യാപനം ഉണ്ടായേക്കും. നോബൽ ബാരിക്കാരനും റോഷിപ്പാലും നമുക്കൊപ്പം ചേരുന്നു ഡൽഹിയിൽ നിന്നും. ആദ്യം നോബൽ ബാരിക്കാരനിലേക്ക് ഇന്ന് നടന്ന 2-2.5 മണിക്കൂർ നീണ്ടുനിന്ന മാരത്തൺ ചർച്ചയിലും ഒറ്റപ്പേരിലേക്ക് എത്താൻ സാധിക്കാതെ പോയതാണോ പ്രഖ്യാപനം ഇന്നുണ്ടാകാതെ പോയത്? അരുൺ, സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി എന്ന ആരെന്ന കാര്യത്തിൽ ഇന്ന് ഏറെക്കുറെ 2.5 മണിക്കൂറിലധികം ചർച്ചകൾ നീണ്ടുപോയി. പക്ഷേ ആ ചർച്ചയിലൊന്നും ഒറ്റപ്പേരിലേക്ക് എത്താൻ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. കാരണം 3 പേരും കെ.സി. വേണുഗോപാൽ, വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല എന്നീ 3 നേതാക്കളും മുഖ്യമന്ത്രി സ്ഥാനം വേണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഹൈക്കമാൻഡിന്റെ പിന്തുണയെ കെ.സി. വേണുഗോപാലിന് ആദ്യഘട്ടം മുതൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും മറ്റ് 2 നേതാക്കളും അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ജനപിന്തുണയും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ ഭരണപരിചയ അടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ട് 2 പേരും അവരുടെ നിലപാട് ശക്തമായി ഉന്നയിക്കുകയും മുഖ്യമന്ത്രി സ്ഥാനം വേണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു. ഇതോടെയാണ് ചർച്ചകൾ പൂർണ്ണമായും വഴിമുട്ടുന്ന സാഹചര്യം ഉണ്ടായത്. എന്താണെങ്കിലും നേതാക്കളെ ഒറ്റയ്ക്ക് അടക്കം കണ്ട് രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ള നേതാക്കൾ ചർച്ചകൾ നടത്തി. ആ ചർച്ചകളൊന്നും പക്ഷേ സമവായം ഉണ്ടായില്ല. ഈ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെക്കും രാഹുൽ ഗാന്ധിക്കും ഇതിൽ തീരുമാനം എടുക്കാനുള്ള അനുമതി ഇപ്പോൾ നൽകിക്കൊണ്ട് ഇന്നത്തെ യോഗം അവസാനിച്ച നേതാക്കൾ പിരിഞ്ഞത്. ഈ യോഗത്തിൽ അതിരൂക്ഷ വിമർശനം കേരള നേതാക്കൾക്കെതിരെ രാഹുൽ ഗാന്ധി ഉന്നയിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സംസ്ഥാനത്ത് തുടരുന്ന ഫ്ലെക്സുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും തെരുവിൽ കാണുന്ന സംഘർഷങ്ങളും ഒക്കെ വലിയ തരത്തിൽ രാഹുൽ ഗാന്ധിയിൽ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് അറിയാൻ കഴിയുന്നു. കാര്യങ്ങൾ സങ്കീർണമാക്കിയത് എന്തിന് എന്ന ചോദ്യം രാഹുൽ കൃത്യമായി തന്നെ ഉന്നയിച്ചിരിക്കുന്നു. തെരുവിൽ ഇറങ്ങിയത് ശരിയായില്ല എന്നാണ് രാഹുൽ വ്യക്തമാക്കുന്നത്. എല്ലാവരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തണമെന്ന് രാഹുൽ ഗാന്ധി തന്നെ നിർദ്ദേശം നൽകി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിക്ക് മുന്നിൽ നേതാക്കൾ ഒരുമിച്ച് നിരന്നു നിന്നുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിച്ചത്. ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാനുള്ള തീരുമാനം എടുക്കുകയും ഫ്ലെക്സുകൾ അടക്കമുള്ള കാര്യങ്ങൾ വെക്കുന്നതൊക്കെ ബന്ധപ്പെട്ട തീരുമാനങ്ങൾ പറയുകയും ചെയ്ത്. എന്താണെങ്കിലും വലിയ തരത്തിൽ തമ്മിലടി സംസ്ഥാനത്ത് ഉണ്ടാക്കിയതിൽ വലിയ അമർഷം ഹൈക്കമാൻഡുണ്ട്, രാഹുൽ ഗാന്ധിക്കുണ്ട്. രാഹുൽ ഗാന്ധി തുറന്നു തന്നെ പറഞ്ഞു എന്താണ് നമുക്ക് വിവരമുള്ളത്. ഇപ്പോൾ തുടരുന്ന ഈ സംഘർഷ സാധ്യതയ്ക്കിടയിൽ ഒരു പ്രഖ്യാപനം പാടില്ല എന്നുകൂടി രാഹുൽ പറഞ്ഞതായും എന്താണെങ്കിലും വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു. ആ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ പ്രഖ്യാപനം ഉണ്ടാകാതെ പോയി. ഇനിയിപ്പോൾ നാളെ തന്നെ ഒരുപക്ഷെ പ്രഖ്യാപനത്തിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അതിന് മുന്നോടിയായി ഘടകകക്ഷികളുമായി കൂടി ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ സംസാരിക്കും എന്നുകൂടി അറിയാൻ കഴിയുന്നു. കാരണം പാർട്ടിക്കകത്ത് ഏറെക്കുറെ ഇപ്പോൾ ഐക്യമുണ്ടായിരിക്കുന്നു. കാരണം സംസ്ഥാനത്തുടനീളം ദില്ലിയിലൊക്കെ ആണെങ്കിൽ പോലും ഫ്ലെക്സുകളൊക്കെ എടുത്ത് മാറ്റി നമ്മൾ കാണാൻ കഴിഞ്ഞു. ആ ഫ്ലെക്സി യുദ്ധമൊക്കെ അവസാനിച്ചിരിക്കുന്നു എന്നൊരു സൂചനയാണ്. പാർട്ടിക്കകത്തൊരു ഐക്യം ഉണ്ടായി എന്നാണ് ഹൈക്കമാൻഡ് വിലയിരുത്തുന്നത്. അതേ ഐക്യം മുന്നണിക്കകത്തും പ്രത്യേകിച്ച് UDF-ലെ കക്ഷികൾക്ക് ഇടയിലും ഉണ്ടാകണം എന്നുകൂടി ഹൈക്കമാൻഡ് മനസ്സിലാക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കമാൻഡ് നേതൃത്വം തന്നെ ഈ മുന്നണിയിലെ മറ്റ് പാർട്ടികളുമായി സംസാരിക്കും എന്നുകൂടിയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്താണെങ്കിലും വിശദമായ ചർച്ചകൾ ഇനിയിപ്പോൾ ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല വേണം മനസ്സിലാക്കാൻ. മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ഇക്കാര്യത്തിൽ തീരുമാനം പ്രഖ്യാപിക്കുകയായിരിക്കും. ആരായിരിക്കും മുഖ്യമന്ത്രി എന്ന വലിയ ആകാംക്ഷയാണ്. ഇപ്പോഴും ഒരു നേതാവിന്റെ പേരിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ കെ.സി. വേണുഗോപാൽ ആകാം, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയാകാം, അല്ലെങ്കിൽ വി.ഡി. സതീശനാകാം. ആർക്കായിരിക്കും ഇതിൽ നറുക്ക് വീഴാൻ പോകുന്നത് എന്ന്, കേരളത്തിനടുത്ത് മുഖ്യമന്ത്രികൾ അവസരം ലഭിക്കാൻ പോകുന്നു എന്ന് വലിയ ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഉത്തരം നാളെ ലഭിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇന്നിപ്പോൾ വിശദമായ ചർച്ചകൾ തന്നെ നടന്നു എന്താണ് നമുക്ക് അറിയാൻ കഴിയും. നേതാക്കൾ അവരവരുടെ വാദങ്ങൾ, ചില ആളുകൾ പ്രത്യേകിച്ച് കെ.സി. വേണുഗോപാൽ ആണെങ്കിൽ MLA-മാരുടെ പിന്തുണ മാനദണ്ഡമാക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിന്നു. രമേശ് ചെന്നിത്തല തന്റെ ഭരണപരിചയം അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു. വി.ഡി. സതീശൻ ജനകീയ വികാരങ്ങൾ ചൂണ്ടിക്കാണിച്ചു. അത്തരത്തിൽ സ്വന്തം നിലപാടിൽ ഉറച്ചിരുന്നുകൊണ്ട് മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി ശക്തമായി നേതാക്കൾ വാദിച്ചു. അതോടെയാണ് ഇന്നിപ്പോൾ ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ വന്നത്. അതായത് മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും നാളെയോ അല്ലെങ്കിൽ അടുത്ത ദിവസമോ ഏറ്റവും അടുത്ത ദിവസത്തെ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മല്ലികാർജ്ജുൻ ഖാർഗെയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ ഇന്നിപ്പോൾ വിവരം ലഭിക്കുന്നത്. അരുൺ, താങ്ക് യു. നോബൽ ബാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്.